11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആഘോഷിച്ച് രാജ്യം. വിശാഖപട്ടണത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. 3 ലക്ഷം പേർ പങ്കെടുത്ത ഗിന്നസ് റെക്കോർഡ് യോഗാ സംഗമത്തിലാണ് പ്രധാനമന്ത്രി പങ്കാളിയായത്. സംസ്ഥാനത്തും വിവിധയിടങ്ങളിൽ വിപുലമായ പരിപാടികൾ ഒരുക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് പ്രധാനമന്ത്രി യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായത്. യോഗയ്ക്ക് അതിർത്തികളോ പ്രായമോ അതിർവരമ്പുകളോ ഇല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്ത് അശാന്തിയും അസ്ഥിരതയും വർദ്ധിക്കുന്ന സമയത്ത് യോഗ സമാധാനത്തിന്റെ ദിശാബോധം നൽകുന്നുവെന്നും യോഗാ ദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി आज पूरी दुनिया कितने ही क्षेत्रों में अशांति और अस्थिरता बढ़ रही है. ऐसे में योग से हमें शांति की दिशा मिलती है. ദില്ലിയിൽ BJP അധ്യക്ഷൻ JP നദ്ദയും കശ്മീരിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും യോഗാദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഭൂമിക്കും ആരോഗ്യത്തിനും യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. കവടിയാർ ഉദയ് പാലസിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു. കൊച്ചിയിൽ കേന്ദ്ര ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗ അഭ്യസിച്ചു. നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ നടൻ മോഹൻലാൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളടക്കം 1000ഓളം പേർ പങ്കാളികളായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.